എന്താണ് മക്കളെ സാമൂഹ്യ നിയന്ത്രണം? നമുക്ക് നമ്മുടെ സ്വന്തം താല്പര്യം മാത്രം നോക്കി സ്വാർത്ഥതയോടുകൂടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നമ്മൾ സാമൂഹ്യ സംഘങ്ങളെ പറ്റി അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ സാമൂഹ്യ സംഘങ്ങൾ, നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ്, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പും പിയർ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ? നമ്മുടെ സ്വഭാവം നന്നാവാനും അതിന് ഇതിനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേ സമയത്ത് തന്നെ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ സംഘം നമ്മളുടെ മേലെ ഒരുപാട് ഇടപെടലുകൾ അല്ലെങ്കിൽ ഒരുപാട് കൺട്രോളുകൾ, ഒരുപാട് നിയന്ത്രണങ്ങളും നടത്തുന്നുണ്ട്. അതാണ് നമ്മുടെ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരിൽ തന്നെയുണ്ട് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ കൺട്രോൾ എന്നുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ചാപ്റ്ററിനകത്ത് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അതിനകത്ത് സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സോഷ്യൽ കൺട്രോൾ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ സ്വസ്ഥപൂർണമായിട്ടുള്ള ചുറ്റുപാട് ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ നല്ല സ്വസ്ഥത സമാധാനമൊക്കെയുള്ള സമൂഹം നിലനിർത്താനൊക്കെ ആയിട്ട് നമ്മുടെ സാമൂഹ്യ സംഘങ്ങളെല്ലാം ആ സാമൂഹ്യ സംഘത്തിലുള്ള അംഗങ്ങളുടെ മേലെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു കൺട്രോള് വെക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ സാമൂഹ്യ നിയന്ത്രണം അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. എന്താ മക്കളെ, ഇത് പ്രഷർ ആൻഡ് ഇന്റർവെൻഷൻ എക്സൈറ്റഡ് ബൈ ആര് ഈ സോഷ്യൽ ഗ്രൂപ്പ് ഓവർ ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻ ഓർഡർ ടു എൻഷുർ ആൻഡ് സസ്റ്റെയിൻ എ സേഫ് എൻവയോൺമെന്റ്. ഇറ്റ് ഈസ് കോൾഡ് സോഷ്യൽ കൺട്രോൾ. അപ്പൊ ഈ സോഷ്യൽ കൺട്രോൾ എന്നുള്ളത് അതിന്റെ സവിശേഷത അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും? എങ്ങനെയാണ് ഈ സാമൂഹ്യ നിയന്ത്രണം നടത്തുന്നത് അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് നമുക്ക് നിയന്ത്രണങ്ങൾ വരുന്നത്? നമുക്കറിയാം ഓരോ സമൂഹത്തിലും പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പെരുമാറ്റ രീതികളുണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ എന്താ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ കുറെ അവർ നല്ല സ്വഭാവ, കൊച്ചിന് നല്ല സ്വഭാവമാണ്, ആ നല്ല എന്താ കാരണം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, നല്ല സ്നേഹമാണ്, നല്ല ബഹുമാനമാണെന്നൊക്കെ പറയുമല്ലേ. അപ്പൊ അങ്ങനെ ഓരോരോ സമൂഹത്തില് അവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പെരുമാറ്റ രീതികളുണ്ട്. അപ്പൊ ഇനി നമ്മൾ ആ ഒരു പെരുമാറ്റ രീതികളോട് ചേരാത്ത രീതിയിൽ മോശമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്ത് എന്തുണ്ടാവും? അവരെല്ലാവരും നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരും അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാരന്റ്സ് വന്നിട്ട് എന്താ നമ്മളെ തിരുത്താൻ നോക്കുമല്ലേ, ഇനി ഇങ്ങനെ ചെയ്യരുത്, ഇനി ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറയും. അപ്പൊ അവിടെ നടക്കുന്ന അതേ പരിപാടിയാണ് നമ്മുടെ സാമൂഹ്യ നിയന്ത്രണം അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫാമിലി എന്നുള്ളത് എന്താണ്? ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്നുള്ളത് ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് അല്ലെ, ഒരു സാമൂഹ്യ സംഘമാണ്. അപ്പൊ ഫാമിലിക്കകത്ത് നമ്മളൊക്കെ എന്താ, നമ്മളൊക്കെ മെമ്പേഴ്സ് ആണ്. അപ്പൊ സാമൂഹ്യ സംഘത്തിലെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് നമ്മൾ ഫാമിലിക്കകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അമ്മയും അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ എന്ത് ചെയ്യും? നമ്മളെ തിരുത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ ആ തിരുത്തിനെ അങ്ങനെ നിയന്ത്രണം വെക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബം മാത്രമാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്? അല്ല. കുടുംബത്തിനെ പോലെ തന്നെ വേറെ എന്തൊക്കെയുണ്ട്? കുടുംബമുണ്ട്, മതമുണ്ട്, വിദ്യാലയമുണ്ട്, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങളൊക്കെ പല രീതിയിൽ നമ്മളിങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെയും പെരുമാറ്റങ്ങളെയും ഒക്കെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന് മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് സാമൂഹ്യ നിയന്ത്രണം അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്നുള്ളത്. പിന്നെ എവരി സൊസൈറ്റി എന്താണെന്നാ പറഞ്ഞേ, സർട്ടൻ അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ ഉണ്ട് അല്ലെ? അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? കുറച്ച് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഗുലേറ്റ് ആൻഡ് എന്താ, ടു റെഗുലേറ്റ് ചെയ്യാൻ അല്ലെ, അല്ലെങ്കിൽ എന്താ, റെഗുലേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് സോഷ്യലൈസേഷൻ ഓഫ് ഹിസ് മെമ്പേഴ്സ്. അതിനകത്തുള്ള മെമ്പേഴ്സിന്റെ പ്രവർത്തികളിൽ റെഗുലേഷൻ വരുത്താനായിട്ട്, കൺട്രോൾ വരുത്താനായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു നമ്മുടെ കുടുംബം, മതം, വിദ്യാലയം, നമ്മുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, നമ്മളെ ഫ്രണ്ട്സ്, ഇവരെല്ലാരും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഈ സോഷ്യൽ കൺട്രോളിനെ തന്നെ നമ്മൾ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫോർമൽ സോഷ്യൽ കൺട്രോളും നമ്മുടെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും. അതായത് നമ്മുടെ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം ഉണ്ട്, അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം ഉണ്ട്. അപ്പൊ ഇനി എന്തിന്റെ ബേസിലാണ് നമ്മൾ സോഷ്യൽ കൺട്രോളിനെ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണത്തിനെ രണ്ടാക്കി തിരിച്ചിട്ടുള്ളത്? എന്തിന്റെ ബേസിലാ മക്കളെ? അതായത് ആരാണ് നിയന്ത്രിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സോഷ്യൽ കൺട്രോളിനെ ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആയിട്ടും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എടുത്ത് നോക്കാം. നമുക്ക് ആദ്യം പിക്ചറിനകത്ത് എന്തുണ്ട് മക്കളെ? ഒരു അമ്മ ഒരു കൊച്ചിനെ എന്താ കുറച്ച് ഉപദേശിക്കുകയാണ് അല്ലെ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാണ്, ഇനി ഇങ്ങനെ ചെയ്തേക്കരുതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ്. അപ്പൊ ഇത് എവിടെ നടക്കുന്ന ഒരു കാര്യം? നമ്മുടെ ഫാമിലിക്കകത്ത് നടക്കുന്ന കാര്യമാണ് അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മളോട് ഇങ്ങനെ പറയത്തില്ലേ, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പറയുന്നൊക്കെ പറയുമല്ലേ? അപ്പൊ നമ്മുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെന്താ, അത് കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ നമ്മൾ അതിനെടുക്കുന്നതാണ് നമ്മുടെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്നുള്ളത്. നമ്മുടെ ഫാമിലി എവിടെ പെടും? ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. നമ്മുടെ ഫാമിലിക്കകത്ത് വരുന്ന നിയന്ത്രണങ്ങളെല്ലാം, കൺട്രോളുകളെല്ലാം വരുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിന്റെ
കീഴിലാണ്. അടുത്ത് നമുക്ക് എന്തിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്? ഒരു ജയിലിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട് അല്ലെ. ജയിൽ എന്നൊക്കെ പറയുമ്പോൾ എന്താ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ നിയമം, രാഷ്ട്രീയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെടുത്തുന്നത് ഫോർമൽ സോഷ്യൽ കൺട്രോളിനകത്താണ്. ഫോർമൽ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ എന്താ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിനകത്താണ്. അതുപോലെ തന്നെ പിന്നെ എന്തുണ്ട് നമുക്ക് കോടതി, നമുക്ക് കോർട്ട് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കോർട്ട്, ലീഗൽ, രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ പെടുന്നത് എവിടെയാ? ഫോർമലിനകത്താണ്. ഫോർമൽ സോഷ്യൽ കൺട്രോളിനകത്താണ്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഉണ്ട്. പോലീസും പെടുന്ന ഇതിനകത്താണ്? നമ്മുടെ ഫോർമൽ സോഷ്യൽ കൺട്രോളിനകത്താണ്. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിനകത്താണ് നമ്മുടെ പോലീസ്, ജയിൽ, കോടതി. പിന്നെന്തുണ്ട്? മിലിറ്ററി അല്ലെ. മിലിറ്ററി അല്ലെങ്കിൽ നമ്മുടെ ആർമി, മിലിറ്ററി അല്ലെങ്കിൽ നമ്മുടെ ആർമി എല്ലാം വിടുന്നത് നമ്മുടെ ഫോർമൽ സോഷ്യൽ കൺട്രോളിനകത്താണ്. ഇൻഫോർമലിനകത്ത് പെടുന്നത് എന്തൊക്കെയാ? നമ്മുടെ ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റിലീജിയൻ ഉണ്ട്. ഫാമിലി വരും, റിലീജിയൻ വരും, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ തുടങ്ങിയതൊക്കെയാണ് നമ്മുടെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിനകത്ത് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഉണ്ട് അല്ലെങ്കിൽ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം ഉണ്ട്. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണവും ഉണ്ട്. അപ്പൊ നമ്മൾ പിക്ചറിനകത്ത് വെച്ച് പറഞ്ഞല്ലേ. അപ്പൊ അത് തന്നെ നമ്മൾ എഴുതിക്കുവാണ്. പോലീസ്, കോടതി, ജയിൽ, പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യും? സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായിട്ട് നിർവഹിക്കുന്നു. ആരൊക്കെ? പോലീസ് ഉണ്ട്. പോലീസ്, കോർട്ട്, പ്രിസൺ ആൻഡ് മിലിറ്ററി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർമൽ ആയിട്ടുള്ള, ഫോർമലി ഇംപ്ലിമെന്റ് ചെയ്യും, സോഷ്യൽ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നവർ. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്ന, നമ്മൾ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിന് മോശമായിട്ടുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് താക്കീത് നൽകുക അല്ലെങ്കിൽ നമുക്കതിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുക. അതൊക്കെയാണ് നമ്മുടെ ഫോർമൽ സോഷ്യൽ കൺട്രോളിനകത്ത് ഉള്ളത്. അപ്പൊ നമ്മൾ അത് തന്നെ എഴുതിയിട്ടുണ്ട് അല്ലെ. സാമൂഹ്യ നിയന്ത്രണം എന്നുള്ളത് അനൗപചാരികമുണ്ട്, ഔപചാരികമുണ്ട്. അനൗപചാരികത്തിനകത്ത്, ഇൻഫോർമലിനകത്ത് എന്തൊക്കെ പെടും? കുടുംബം പെടും, മതം പെടും, നമ്മുടെ സമപ്രായക്കാരുടെ സംഘം പെടും അല്ലെ. നമ്മുടെ പിയർ ഗ്രൂപ്പ് പെടും. അതുപോലെ തന്നെ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം ഉണ്ട്. അതിനകത്ത് നമ്മുടെ പോലീസ്, പട്ടാളം, കോടതി, ജയിൽ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സോഷ്യൽ കൺട്രോളിനകത്തുള്ളത്. 2 ടൈപ്പ് ഉണ്ട്, ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. മൊത്തത്തിൽ എല്ലാം ചെയ്യുന്ന എന്താ? എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ, നമ്മുടെ എൻവയോൺമെന്റ് ബെറ്റർ ആവാൻ, നമ്മുടെ സൊസൈറ്റി ബെറ്റർ ആവാൻ. സോ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? എല്ലാവരുടെ ലൈഫ് കുറച്ചും കൂടെ ഹാപ്പി ആവും അല്ലെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സോഷ്യൽ കൺട്രോൾ എന്നുള്ളത്. നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു സെഷനിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക് ഡീൽ ചെയ്യാം. അതുവരെ ബൈ.